Hi guys, അപ്പോൾ എക്സലിന്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫംഗ്ഷൻസിനെ കുറിച്ചാണ്. ഫംഗ്ഷൻസും അതുപോലെ ഫോർമുലാസും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫോർമുല യൂസ് ചെയ്തിട്ട് സമ്മ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹരിക്കുന്നതും ഗുണിക്കുന്നതും എല്ലാം ഇങ്ങനെ കൂട്ടുന്നതും ഈ വക ഇതൊക്കെ ചെയ്തു. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഫോർമുല മീൻസ് നമ്മൾ ഈക്വൽ ടു ഉപയോഗിച്ച് അതിന്റെ സെല്ലുകൾ സെലക്ട് ചെയ്ത് അതൊരു ഫോർമുലയാണ്. നമ്മളൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അവർക്കൊരു കമ്പ്യൂട്ടറിന് ഒരു ഇത് കൊടുക്കുകയാണ്. ഇന്ന സെല്ലുകൾ സെലക്ട് ചെയ്തിട്ട് അത് കൂട്ടണം എന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് വരും. കാരണം ഇത് കുറച്ചുകൂടെ സിമ്പിൾ ആണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം. കാരണം ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് ഒരുപാടുണ്ട്, പലതരം ഫംഗ്ഷൻസും ഉണ്ട്. ന്യൂമറിക്കൽ ഫംഗ്ഷൻസ് ഉണ്ട്, ടെക്സ്റ്റ് ആൽഫബറ്റിക് ഫംഗ്ഷൻസും അങ്ങനെ പലതരത്തിലുണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പോ ഇതിനകത്ത് നോക്കേണ്ട ഒരു കാര്യം മീൻസ് ഒരു ടേബിൾ കിട്ടുമ്പോൾ നമുക്ക് ആ ടേബിളിന്റെ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് ആവറേജും ടോട്ടലും കാണുന്നതാണ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട ഇതിനകത്ത് നമുക്ക് ഈ ഭാഗത്തും നമുക്ക് ഇതിന്റെ ടോട്ടൽസ് നമുക്ക് ഇവിടെയും ചെയ്യണം, അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. ഓക്കെ, ഇങ്ങനെയുള്ള ടോട്ടൽസ് ഇവിടെയും ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഫംഗ്ഷൻസ് ആണ്. ഫംഗ്ഷൻസ് പറഞ്ഞാൽ ഇതന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോ കൂട്ടാനുള്ള ഫംഗ്ഷൻ സം എന്നാണ്. സം. അപ്പൊ നോർമലി നമുക്ക് എവിടെയാണോ ആ ഒരു ആൻസർ വരേണ്ടത് ആ ഒരു കോളം സെലക്ട് ചെയ്തിട്ട് സീക്വൽ ടു ടൈപ്പ് ചെയ്യുക. സീക്വൽ ടു ടൈപ്പ് ചെയ്തിട്ട് സം എന്ന് ടൈപ്പ് ചെയ്യാം. ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. അപ്പൊ പലതും പല യൂസ് കേസിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ആദ്യം പഠിക്കുന്നത് 1 by 1 ആയിട്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കാനേ പറ്റുള്ളൂ. കാരണം വെറുതെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. ഇത് പ്രാക്ടിക്കലി നല്ല എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഞാൻ സം എന്ന് ടൈപ്പ് ചെയ്തു. ഏതൊരു ഫംഗ്ഷൻസും ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ മുന്നേ ഈക്വൽ ടു സെലക്ട് ചെയ്തു, പിന്നെ ഓരോ കീകളും സെലക്ട് ചെയ്തു. അതിന്റെ ഇടയിൽ അവർക്ക് പ്ലസ് ആണ് വേണ്ടതെങ്കിൽ പ്ലസ്, അല്ലെങ്കിൽ മൈനസ് ആണ് വേണ്ടെങ്കിൽ മൈനസ്, അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ആണ്. അങ്ങനെ ആ ഒരു ഇത് നമ്മൾ അതിനകത്ത് ഓരോന്നോരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാരണം സമയം ഒരുപാട് പോകും. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അത് അത്രയും സമയം കുറക്കാൻ പറ്റും. അപ്പൊ ഞാൻ സം എന്ന് ടൈപ്പ് ചെയ്തു. ഇനി ഏതൊരു ഫംഗ്ഷനും ഓപ്പൺ ചെയ്യാം, ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പൊ ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് ഫംഗ്ഷൻസും ഉണ്ട്, അതുപോലെ നമ്പർ ഫംഗ്ഷൻസും ഉണ്ട് എന്നാണ്. ഇപ്പോ ഈ സം എന്നുള്ളത് നമ്പർ ഫംഗ്ഷൻസ് ആണ്. അതാണ് ഈ താഴെ സം എന്ന് കണ്ടിട്ട് നമ്പർ. അപ്പോൾ ഇതാണ് നമ്പർ ഫംഗ്ഷൻ വരുന്നത്. ഇങ്ങനെയാണ്. ഇതിലിപ്പോ ഇപ്പോ നമുക്ക് വേണ്ടത് ഏത് കോളം മുതൽ ഏത് കോളം വരെയുള്ളതാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കേണ്ടത് എന്നുള്ളതാണ്. ഇപ്പോ റൈറ്റ് ആരോ പ്രസ് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ടാണെങ്കിലും ഇത് കാണിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ടോട്ടലാണ് കാണിക്കുന്നത്. അപ്പോ ഈക്വൽ ടു ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ ഈ ഒരു ഇത് സെലക്ട് ചെയ്തു, അതിന്റെ അഡ്രസ് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇവിടം വരെയുള്ളതാണ് വേണ്ടത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കീബോർഡിൽ ഷിഫ്റ്റിന്റെ വലത് ഭാഗത്തിലെ ഷിഫ്റ്റിന്റെ തൊട്ട് രണ്ടാമതായിട്ടുള്ളൊരു കീ ഉണ്ട്, ഡോട്ട് കീ. ആ കീ പ്രസ് ചെയ്യുക. ഈ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് എവിടുന്ന് എവിടം വരെയുള്ളതാണ് വേണ്ടത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ജസ്റ്റ് മുകളിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ കണ്ടില്ലേ, F3 to F8 വരെയുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇത് നമുക്ക് ഡയറക്റ്റ് സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കാം. ഇതിപ്പോ കുറെ ഉണ്ടാവുമ്പോൾ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഇതിന്റെ അഡ്രസ്, ആ ഒരു അഡ്രസ് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് ഡാറ്റ ഉണ്ടാവുമ്പോൾ ഇതെല്ലാം സെലക്ട് ചെയ്യാനും ഇപ്പോ മൊത്തത്തിൽ ഇങ്ങനെ താഴെ വരെ ഉണ്ടെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടേക്കാരം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഇത് കാണിച്ചു തരാം. ഈക്വൽ ടു സം ഓപ്പൺ ബ്രാക്കറ്റ്. ഞാൻ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ ഈ ആരോ കീകൾ മുകൾക്ക് ഇതാക്കിയിട്ടും ചെയ്യാം, അല്ലാതെ ഇങ്ങനെ നമ്മുടെ കീബോർഡിൽ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്തും ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു ഡോട്ട് പ്രസ് ചെയ്തു, എന്നിട്ട് ഞാൻ മുകളിലുള്ളത് കൊടുത്തു. ഓക്കെ, ഇനി ഞാൻ എൻ്റർ ചെയ്തു. ജസ്റ്റ് ഇതിന്റെ ക്രോസ് ബ്രാക്കറ്റ് ചെയ്യണം എന്നാണ്. അത് ഓട്ടോമാറ്റിക്കലി എക്സൽ തന്നെ ചെയ്തോളും. അപ്പൊ ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതിന്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നമുക്ക് എത്രയാണോ നമ്മൾ കൊടുത്തത് ആ ഒരു എമൗണ്ട് അവിടെ കാൽക്കുലേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിന്റെ ഫങ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കാണിക്കാം. കാരണം
ഞാനിവിടെ ഈ ഫംഗ്ഷൻ ആഡ് ചെയ്തു എന്നുള്ളതാണ് ഇതായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ആവറേജിന്റെ നോക്കാം. ഇതിന്റെ തന്നെ ഇനിയിപ്പോ നമുക്ക് ആ ഫംഗ്ഷൻസ് ഇവിടേക്ക് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്യാൻ മീൻസ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഫംഗ്ഷൻസ് അങ്ങോട്ട് കോപ്പി ആവും. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോ ഇവിടെ ടോട്ടൽ വേണം. ഞാൻ ജസ്റ്റ് ഈക്വൽ ടു സം എന്ന് ടൈപ്പ് ചെയ്തു, ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്തു. ഇനി ഇവിടെ നിന്നുള്ളതാണ് വേണ്ടത്. ആദ്യം ഞാൻ ഈ കീ ആ കോളം സെലക്ട് ചെയ്തു, ഡോട്ട് പ്രസ് ചെയ്തു, ഇവിടം വരെയുള്ളത് എൻ്റർ അടിച്ചു. അപ്പൊ ഇതിന്റെ എമൗണ്ട് അവിടെ കംപ്ലീറ്റ് വന്നിട്ടുണ്ട്, 1060 ആണ്. ഇനി നമ്മളിത് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവും, കണ്ടില്ലേ? അപ്പൊ അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ജസ്റ്റ് ആവറേജിന്റെ കാര്യം കൂടെ ഒന്ന് പറയുന്നുണ്ട്. അതുകൂടെ നിങ്ങൾ ഇതിൽ ഈ ടോട്ടലും ആവറേജും ഇതിന് രണ്ടും ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാനിപ്പോ ഇതിൽ നമ്മൾ ആവറേജ് കാണുന്നത് കൂടെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഈക്വൽ ടു പ്രസ് ചെയ്തു, ആവറേജ് എന്നുള്ളത് സ്പെല്ലിങ് തെറ്റാൻ പാടില്ല, AVRAG അല്ല, ഈ ആവറേജ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു. ഇനി ഓപ്പൺ ബ്രാക്കറ്റ് ചെയ്തു, കണ്ടില്ലേ? ഇപ്പൊ അതിനകത്ത് ഇത് ടെക്സ്റ്റ് രജിസ്റ്റർഡ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി നമുക്ക് എവിടുന്ന് എവിടം വരെയുള്ളതാണ് നോക്കണം. ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു ഇത് ഞാൻ ഇതിന്റെ സെലക്ട് ചെയ്തു, ഡോട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ മുകളിലുള്ളതും പ്രസ് ചെയ്ത അവിടുന്ന് അവിടം വരെയുള്ളതും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ അത് വരും, കണ്ടോ? ഇങ്ങനെയാണ്. അപ്പൊ അതിന്റെ ആവറേജ് കാണിക്കുന്നത് അതാണ് 1228 എന്നുള്ളതാണ്. അത് ഈ എമൗണ്ട് ഒക്കെ വലിയതായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ ഇവിടെ നിന്നുള്ളത് മാത്രമാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്നില്ല. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ജസ്റ്റ് ഇത് ഈ തൊട്ടിപ്പുറത്തുള്ള സെല്ലിലേക്ക് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ മൊത്തം ടോട്ടൽ വേണമെങ്കിൽ ടോട്ടൽ കാണാൻ ഇങ്ങനെ ഒരു സിമ്പിൾ മെത്തേഡ് കൂടെ ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരുന്നത്. ഞാൻ ഇത്രയും ഇത് സെലക്ട് ചെയ്തു, റൈറ്റ്